ഹായ് ഓൾ, ഇന്ന് ഞാനൊരു കേരമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഉള്ളിയും തക്കാളിയൊന്നും ഇടാതെ എളുപ്പത്തിലൊരു കേരമീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ കേരയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീൻചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് മസാലകളെല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എരിവ് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് മസാലയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 ചെറിയ കഷ്ണം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുളി ഒത്തിരി വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വേവുന്നവരെ വേവിച്ചെടുക്കാം. ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.